ഹലോ, ഇന്ന് രണ്ട് വിധം അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നാരങ്ങ എങ്ങനെ അച്ചാറിടാൻ നോക്കാം. ഇതിനു വേണ്ടി 1 കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് നാരങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അച്ചാറിന് കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ്. നാരങ്ങ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ നാരങ്ങ ചൂടാറിയതിന് ശേഷം ഒരു ഉണങ്ങിയ ടവൽ ഉപയോഗിച്ച് എണ്ണ തുടച്ചെടുക്കാം. ഇനി ഒരു നാരങ്ങ 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതുപോലെ ഇപ്പോൾ എല്ലാ നാരങ്ങയും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയ ശേഷം ഉലുവയും ചേർത്ത് ബ്രൗൺ കളർ വന്നാൽ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നീട് 4 ടീസ്പൂൺ അച്ചാർ പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം കേടുവരാതെ സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വിനീഗറും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നാരങ്ങാച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ഇനി ഇവനാണ് താരം. ഇത് ഊർക്കാപ്പുളി, ഇരുമ്പുളി പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഊർക്കാപ്പുളി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് എള്ളെണ്ണ ഒഴിച്ച് കടുകും ചേർത്ത് പൊട്ടിയ ശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നീട് കറിവേപ്പിൻ്റെ ഇലയും അല്പം മഞ്ഞൾപ്പൊടിയും 5 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഊർക്കാപ്പുളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വിനീഗറും ചേർത്ത് കൊടുത്ത് 1-2 തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈസിയായ ഊർക്കാപ്പുളി അച്ചാറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്